ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഒരു 4:15 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നടക്കാനൊക്കെ പോയി ഇപ്പോൾ തിരിച്ച് വന്നിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ദാഹമുണ്ട് കേട്ടോ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. നല്ല വിയർത്ത് കുളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ റമദാനൊക്കെ മുമ്പ് നടക്കാൻ പോയതാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ നടക്കാനൊക്കെ ഒന്ന് ഒരുങ്ങി ഇറങ്ങി ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങളായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നടത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ. അതിനുശേഷം ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഞാനും എല്ലാവരെയും പോലെ തന്നെ നല്ല മടിച്ചിയാണ് കേട്ടോ രാവിലെ എണീക്കാൻ, അതുപോലെ തന്നെ നടക്കാൻ പോകാൻ, അതുപോലെ തന്നെ രാവിലെ എണീറ്റാലും നമ്മൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല മടിയുള്ള ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല കേട്ടോ. എനിക്കൊരു ഉച്ച അല്ലെങ്കിൽ ഒരു 11 മണി അതിന് ശേഷം അങ്ങോട്ട് നന്നായിട്ട് പണി എന്ത് കാര്യങ്ങളാണെങ്കിലും നല്ല ഇൻട്രസ്റ്റോടു കൂടി ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ അത് പോരാ, നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ രാവിലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഞാനൊരു പ്രോപ്പറായിട്ടൊരു മോർണിംഗ് പേഴ്സൺ ആയതിനു ശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ എൻ്റെ മടി തന്നെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴി ഇങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ഒരു കപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചരി കേട്ടോ, സാദാ പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ഗ്ലാസ് എന്താണോ നിങ്ങൾ അളവിനെടുക്കണം അതിൽ അര ഗ്ലാസ് ഉഴുന്ന്, അര ഗ്ലാസ് പരിപ്പില്ലേ നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ്, അത് അര ഗ്ലാസ് ചെറുപയർ, ഇത്രയും കൂടെ ഇന്നലെ രാത്രി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു കായല്ലേ നമ്മൾ സാമ്പാർ കായം, അതിൻ്റെ ഒരു കഷ്ണം എൻ്റെ അടുത്ത് ആ ഒരു കഷ്ണം അങ്ങനത്തതാണ് ഉണ്ടായിട്ടുണ്ട്, പൊടിയല്ല. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ആ വെള്ളത്തിലേക്ക് അത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നെ. അതിലേക്ക് ഇപ്പോൾ ഒരു 2-3 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ചെറിയ ജീരകം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഞാൻ മറന്നു പോയതാട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ ഇഞ്ചി കഷ്ണം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചെടുക്കാമല്ലോ. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മൾ കുതിർക്കുമ്പോഴായാലും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമുക്കങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഇഡ്ഡലീൻ്റെ ഒക്കെ ഒരു ബാറ്ററില്ലേ, അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. നമ്മൾ വിചാരിക്കും ചെറുപയർ ഇതൊക്കെ ഉള്ളതല്ലേന്ന്, പക്ഷെ പെട്ടെന്ന് ഇത് കുതിർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. നമ്മൾ സാധാരണ പച്ചരി അരക്കുന്നതിനേക്കാൾ വേഗത്തിൽ അരഞ്ഞു കിട്ടും. പിന്നെ ഫൈനായിട്ട് നമ്മൾ അരക്കുകയും വേണ്ട, ഒരു റവേൻ്റെ ഒക്കെ ഒരു തരിയില്ലേ, ആ ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ രാത്രിയിലേക്ക് വൈകുന്നേരം നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊന്നും വെള്ളത്തിലിട്ടതില്ല, പിന്നെ ഒരുക്കി വെച്ചത് എല്ലാം എൻ്റെ അത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാം ചെയ്ത് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ആ ഒരു ഒരുക്കൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തീർന്നത് കൊണ്ട് തന്നെ ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ട് പോയതാണ് കേട്ടോ. എന്നാലും കുറച്ച് ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ടേ. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും റഫീഖാനെ വിടലും എൻ്റെ നടക്കാൻ പോക്കും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആകെ പ്രശ്നമാവും കേട്ടോ. ഒന്നൊന്നിനും എനിക്ക് സമയം തികയാണ്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആട്ടിയത്. ഇങ്ങനത്തെ എന്തെങ്കിലും ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നും. ഇനി അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 4-5 ചെറിയ ഉള്ളി, ബാറ്റർ കുറച്ചുള്ളത് കൊണ്ടാണ് കേട്ടോ 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം ഈ നേരത്ത് വേണമെങ്കിൽ
നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കുരുമുളക് പൊടി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ ഫ്ലേവർ ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഈ പെപ്പറൊക്കെ ചേർത്ത് കൊടുത്താൽ അത് ദോശ ഇങ്ങനെ ആയി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഇത് ഓപ്ഷണലാണ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതിങ്ങനെ ദോശ ആയി വരുമ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ടാവും. പിന്നെ അത് കാശ്മീരി ചില്ലി ഫ്ലേക്സ് ആയതുകൊണ്ട് എരിവൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ തിക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അതിപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സാധാ ദോശ പോലെ തന്നെ നമുക്ക് നന്നായിട്ട് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പക്കാ ഹെൽത്തി ദോശയാണ് ഇത്. നമ്മൾ ടേസ്റ്റ് നോക്കുന്നതിനേക്കാളും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ എന്നാണ് കേട്ടോ എനിക്ക് പറയാൻ പറ്റുക. പിന്നെ ചൂടോട് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റും അടിപൊളി തന്നെയാണേ. ചുട്ടു വെക്കണ്ട, നിങ്ങളിതിൻ്റെ കൂടെ എന്താണോ ചമ്മന്തിയോ ചട്നിയോ എന്താണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം അതും കൂടെ ആക്കി വെച്ചതിന് ശേഷം ഓരോ ദോശയായിട്ട് ഇങ്ങനെ ചൂടോടെ കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ കുറച്ച് തിക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കിയിട്ടെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഫൈനായിട്ട് തിന്നായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ആക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കി, നമ്മൾ ഈ അരിയും ചെറുപയറൊക്കെ വെച്ചിട്ട് ആക്കിയെടുക്കൂലേ, അതുപോലൊക്കെ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചരി പറ്റാത്തവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പച്ചരിക്ക് പകരം റാഗി മുഴുവനായിട്ടുള്ളതോ അല്ലെങ്കിൽ റാഗി പൊടിയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. അവസാനം ഇത് അരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മതി. ഫസ്റ്റ് ഞാൻ ചുട്ട ദോശ എവിടെ പോയി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനത് എടുത്തപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ റഫീഖ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ദോശയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇത് കഴിക്കാനില്ലേ ശരിക്കും കട്ടൻ ചായൻ്റെ കൂടെ മാത്രം കഴിക്കാം കേട്ടോ, ചൂടോടെ കഴിക്കുകയാണെങ്കിൽ. പിന്നെ ഇത് നിങ്ങൾ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ടത്. എനിക്ക് നെയ്യ് ഇഷ്ടമാണ്, പക്ഷേ ശരിക്കും നല്ലെണ്ണേൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഈ ദോശയിൽ നമ്മളിങ്ങനെ ആക്കി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. എനിക്ക് പേഴ്സണലായിട്ട് എനിക്കിഷ്ടം കുറച്ച് നെയ്യിൻ്റെ ടേസ്റ്റും ഇതിലേക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് ആക്കിയിട്ട് എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇത് പറയാൻ പറ്റുന്നത് ഡിന്നറിന് കേട്ടോ. നമ്മൾ ഈ റാഗി ദോശ എപ്പോഴും കഴിക്കുന്നവരും ഗോതമ്പ് ദോശ കഴിക്കുന്നവരും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരും ഇടയ്ക്കൊരു മടുപ്പുണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ ഒരു പച്ചരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ റാഗി പൊടി യൂസ് ചെയ്യുക, മുഴുവനായിട്ടുള്ള റാഗി യൂസ് ചെയ്യുക, അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇനി പച്ചരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയും തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയിട്ടെടുക്കുക ടേസ്റ്റിൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീക്കാനുള്ള മടിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ രാവിലെ എണീക്കാനുള്ള മടി ഞാൻ മാറ്റിയത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ രാവിലെ എണീക്കും അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ തന്നെ വിചാരിക്കും നമ്മൾ ഇനിയിപ്പോൾ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഉച്ചക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം, എന്തെല്ലാം പണിയുള്ളതെന്ന്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം എന്തെങ്കിലും ഒന്ന് ഒരുക്കി വെച്ചാൽ, ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ദിവസം നമ്മൾ കുറച്ചുകൂടി ഈസി ആക്കാനും വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ആ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റും. രാവിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കും. മടി പിടിക്കാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ വേഗം ചിന്തിക്കും, അല്ലെങ്കിൽ നമുക്ക് മടി കൊണ്ട് നമുക്ക് എണീക്കാനേ തോന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഇഡ്ഡലിക്കുള്ള ബാറ്റർ വെള്ളപ്പത്തിനുള്ള ബാറ്ററൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എണീക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഇല്ലേ? അത് തന്നെയാണ് കേട്ടോ കാര്യം. ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ഒരുക്കി വെച്ച് മനസ്സിലെങ്കിലും നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന ദിവസം നല്ല ഉഷാറായിട്ട് എണീക്കാനും അപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് എന്തായാലും പറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ മടി രാവിലെ എണീക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നമ്മളെ മൈൻഡിനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചാൽ മതി കേട്ടോ. പാവമാണ്, എന്തായാലും വേണ്ടിയില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് എന്നെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത് നടക്കാൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ എണീക്കാനുള്ളൊരു മടി മാറിയാൽ തന്നെ ബാക്കിയുള്ള കാര്യം അതിൻ്റെ ബാക്കിലായിട്ട് നടന്നോളും. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു, ഒരു സവാള ഇട്ട് കൊടുത്തു, ഒരു പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എരിവ് വേണ്ടവർക്ക് എരിവുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിവിടെ അധികം എരിവ് വേണ്ട. അതൊന്ന് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. പേസ്റ്റായിട്ട് കുറേ നേരിട്ട് അരക്കരുത് കേട്ടോ. പിന്നെ അതിൽ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറവ് വയ്ക്കുക. കടുക് കറിവേപ്പില ഇട്ട് ഒന്ന് വറവ് വയ്ക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ സിമ്പിൾ ചട്നിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കുറച്ച് പുട്ടുകടലൊക്കെ ഉണ്ടെങ്കിൽ കുതിർത്തിട്ട് ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ സാധാ നിലക്കടലില്ല അതുകൊണ്ടെങ്കിൽ അരച്ച് ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റാട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദോശക്കായ സ്ഥിതിക്ക് നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കട്ടെ കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ലഞ്ചും ആക്കിയിട്ടെടുക്കും. പക്ഷേ ദോശ ഞാൻ പറഞ്ഞില്ല ചൂടോടെ തന്നെ കഴിക്കുക. പിന്നെ ഒരു സമയത്തിന് നമ്മൾ കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ കഴിക്കട്ടെ.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പ്രയറും കാര്യങ്ങളൊക്കെ രാവിലെ നമുക്കിപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4:30 അല്ലെങ്കിൽ ഒരു 4:15 കുറച്ച് ഒരുക്കമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 4:15 എണീറ്റാലേ നമുക്ക് കറക്റ്റായിട്ട് പ്രയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ. അറിയാലോ. അപ്പോൾ ആ ഒരു ടൈം ഞാൻ കറക്റ്റാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കാൻ പോവേ അങ്ങനെ എന്തെങ്കിലും അതിലേക്ക് കണക്റ്റ് ആക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹസ്ബൻഡാണെങ്കിൽ നല്ല തന്നെയാണ്, പക്ഷേ മടി പിടിക്കും കേട്ടോ. നമ്മളൊരു വീട്ടിലുള്ള ആളല്ലേ, അപ്പോൾ നല്ല മടി വരാനുള്ള ചാൻസ് ഉണ്ട് ഭർത്താക്കന്മാരെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ, ഒരു വീട്ടിലുള്ള ആളെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും വേറുള്ള വീട്ടിലുള്ള അങ്ങനെയുള്ള ഫ്രണ്ട്സോ അങ്ങനെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ആ ആൾ വെയിറ്റ് ചെയ്യുമല്ലോ, ആ ആൾ കാത്തിരിക്കുമല്ലോ, ഉറക്കൊഴിച്ചിട്ട് അവരും രാവിലെ എണീറ്റ് റെഡിയാവുന്നതല്ലേ എന്ന് നമ്മളെ മൈൻഡിലുള്ളത് കൊണ്ട് നമ്മളും വേഗം ആ ഒരു സമയത്തേക്ക് വേഗം റെഡിയാവും. ശരിക്കും പറഞ്ഞാൽ അവർക്കും നല്ല മടിയുണ്ടാവും, നമുക്കും നല്ല മടിയുണ്ടാവും. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് നമ്മളും നമുക്ക് വേണ്ടിയിട്ട് അവരും കൂടെ റെഡിയാവും. അത് നമ്മളെ മൈൻഡ് അറിയാതെ നമ്മൾ സെറ്റാക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നടത്തമൊക്കെ ആയേ, പക്ഷേ ആ നടത്തത്തിൻ്റെ പേരിൽ തന്നെ നമ്മൾ നേരത്തെ എണീക്കേണ്ടി വരും. എന്തായാലും നിസ്കരിക്കാതെ നമ്മൾ നടക്കാൻ വേണ്ടി പോകില്ലല്ലോ. അപ്പോൾ ആ നമസ്കാരം നമുക്ക് തഹജ്ജുദ് കിട്ടും, അതുപോലെ തന്നെ സുബഹി കിട്ടും. എല്ലാം നല്ല കറക്റ്റ് സമയത്ത് നമുക്ക് ഓതാനും എല്ലാത്തിനും നമ്മൾ പ്രയറിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളും പഠിച്ചവനായിട്ടുള്ള ഒരു ടൈമും കൂടെ നമ്മൾ അതിൻ്റെ ഇടയിൽ കണ്ടെത്തും. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പോൾ നിസ്കാരം അവിടെ ഓക്കെ ആയി, നമ്മൾ നടക്കാനും പോയി വന്ന് 3 കാര്യങ്ങളും നമ്മൾ ചെയ്തു. നമ്മൾ അത് നടക്കാനും കൂടെ പോയി തിരിച്ച് വരികയാണെങ്കിൽ എന്തെങ്കിലും എന്തായാലും വർക്കൗട്ടും ചെയ്ത് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാനോ ഇരിക്കാനോ ഒന്നിനും തോന്നില്ല. നല്ല ഉഷാറാവും, നമ്മളെ ബോഡി നല്ല എനർജറ്റിക് ആയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പടപടാന്നങ്ങ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് പതുക്കെ ചെയ്ത് ശീലിച്ച് കൊണ്ടുവരികയാണെങ്കിലേ നമ്മൾ സക്സസ് ആണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ എന്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ വീട്ടിലത്തെ ജോലിയാണെങ്കിലും ഇനി പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനങ്ങനെ പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. എൻ്റെ മടി മാറ്റി കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ടും നമ്മൾ ആ ഒരു റെയിലിലേക്ക് കയറുക എന്നൊക്കെ പറയില്ലേ, കാര്യം എന്തായാലും അതൊക്കെ കറക്റ്റായിട്ട് ചെയ്താലേ ഞാൻ എൻ്റെ പ്രൊഫഷനും കാര്യമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും മാറ്റി വെക്കാൻ ഇതിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൈലാഞ്ചിടൽ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ളൊരു ഒരുക്കങ്ങൾ, ഞാൻ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഗാർഡന്, എൻ്റെ വീട്, എൻ്റെ ഫാമിലി ടൈം, ഇതൊക്കെ എനിക്ക് പ്രിയപ്പെട്ട തന്നെയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സിലൂടെ തന്നെ ചെയ്താലേ എനിക്ക് എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മളൊരു ഒരു ഒഴുക്കിനെ അങ്ങ് വിട്ട് പോയാൽ നമ്മൾ വൈകുന്നേരം വരെയുള്ള സമയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ അങ്ങ് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ കറക്റ്റായിട്ട് ചെയ്താലേ ഇപ്പം എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റെപ്പായിട്ട് എൻ്റെ ഇടെ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ ചെയ്യാം. അതിൽ തന്നെ വേറെ കുറേ കാര്യങ്ങൾ വരും, കുറേ അധികം കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതൊക്കെ മാനേജ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച്, അതിൻ്റെ കൂടെ തന്നെ ലഞ്ചും കൂടെ ആക്കിയിട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുക്കി വെച്ചതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന്. കുറച്ച് ചീര കട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിപ്പും ചീരയും കൂടെ ഉള്ളൊരു കറി വെക്കാം. പിന്നെ ചോറിന് കുക്കറിൽ ഞാൻ അരി ഇട്ടു കേട്ടോ. അപ്പോൾ അടുപ്പ് നമ്മൾ കത്തിക്കുന്ന ദിവസം കുടിക്കാനുള്ള വെള്ളം നമ്മൾ അടുപ്പിലാണ് വെക്കുക, അപ്പുറത്ത് വർക്ക് ഏരിയയിൽ. അപ്പോൾ ആ ഒരു സമയത്ത് അന്നത്തെ ദിവസം ചോറും നമ്മൾ അവിടെ തന്നെ ആക്കും കേട്ടോ. അപ്പോൾ ഒരു വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് 2 ദിവസത്തിനുണ്ടാവും, അല്ലെങ്കിൽ 1 ദിവസത്തിന്. അങ്ങനെ കത്തിക്കുന്ന ദിവസം ചോറും കൂടെ അവിടെ നിന്ന് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇപ്പോഴും അവിടെ കുടിക്കുന്ന വെള്ളം തിളച്ചത് ഇന്നത്തേക്ക് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ നമ്മൾ കത്തിക്കുള്ളൂ. അപ്പോൾ ചോറ് നമ്മളതവിടെ ഒരു വിസിൽ വന്നാൽ റെഡിയായി. 1 കപ്പ് അരിയല്ലേ വേണ്ടു, അതവിടെ റെഡിയാകുന്നുണ്ട്. പിന്നെ പരിപ്പ് ഞാൻ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീര കട്ട് ചെയ്തത് ഉണ്ട്, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ പരിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് തക്കാളി, പച്ചമുളക്, അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നെനിക്ക് ഇന്നത്തെ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഇന്നലെ കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ട്, അപ്പം അങ്ങനെയുള്ള ഫ്രീ ടൈമും നമ്മൾ എൻജോയ് ചെയ്യുന്ന കുറച്ച് ടൈമും നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നൂല കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് പ്ലാൻ ചെയ്താലേ എനിക്കിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പരിപ്പും ചീരയും കൂടെ കറി വെക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഉപ്പേരീൻ്റെ ആവശ്യമില്ല, ചീരയും കൂടെ നമ്മളതിൽ ഇടുന്നുണ്ടല്ലോ, പിന്നെ പരിപ്പും ഉണ്ടല്ലോ, പിന്നെ മീനുണ്ട്, അത് ഒന്ന് ഫ്രൈ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് അവിടെ റെഡിയാവും. ചോറ് വിസിലടിച്ച് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെച്ച് കൊടുക്കട്ടെ. പിന്നെ ചീര ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളെ കറി റെഡിയായി കിട്ടുമല്ലോ. ഞാൻ തേങ്ങ അരക്കാറില്ല കേട്ടോ, തേങ്ങ അരക്കാതെ വറവ് വയ്ക്കുന്ന അങ്ങനത്തെ കറിയാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മീനുണ്ട്, മീൻ ക്ലീൻ ചെയ്ത് വെച്ചതാ. അപ്പോൾ അത് ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം. എൻ്റെ മീനിൻ്റെ മസാലയൊക്കെ തീർന്നിട്ടാട്ടോ ഉള്ളത്. ഞാൻ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടും ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടും മസാല റെഡിയാക്കിയിട്ട് വെക്കൂലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ലെമൺ ജ്യൂസ് എല്ലാം ഇട്ടിട്ട് അത് തീർന്നു പോയിട്ടുണ്ട് എന്നാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇനിയിപ്പം മീൻ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ ഇതൊക്കെ ഇടണം, മിക്സ് ആക്കണം, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് റെഡിയാക്കിയിട്ട് വെക്കണം. ചിലപ്പം മീൽ പ്രിപ്പായിട്ട് അങ്ങനെ ഒരു ദിവസം അങ്ങ് ചെയ്യും, അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വൈകുന്നേരം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ രാത്രിയിൽ അങ്ങനെയൊക്കെ എനിക്ക് ഫ്രീ ആയിട്ടുള്ളൊരു സമയത്ത് അങ്ങനെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം തീർന്നിട്ടുണ്ട്, കുറച്ച് എന്തെങ്കിലും നോക്കിയിട്ട് വാങ്ങിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മീനൊന്ന് പെരക്കിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അല്ലാത്തപ്പോൾ ഞാൻ ആ മിക്സ് ഉണ്ടാക്കി വെക്കുമ്പോൾ ചുവന്നുള്ളി കൂടെ അതിലിടും കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് അത് ഇടുന്ന സമയത്ത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചുവന്നുള്ളി ഒന്നും തൊലി കളഞ്ഞെടുക്കാൻ മടിയാവും കേട്ടോ. അപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മയൊക്കെ അല്ലേ മീൻ പൊരിക്കുന്ന സമയത്ത് അതിലേക്ക് ലെമണല്ല, ഇപ്പം ഞാൻ ലെമണല്ലേ പുളിക്ക് വേണ്ടിയിട്ട് എടുത്തേ. ഉമ്മ ഈ നമ്മൾ മീൻ കറിയിലേക്ക് പുളി പിഴിയുമല്ലോ, വാളംപുളി, അതിൻ്റെ പുളി അല്ലെങ്കിൽ കുടംപുളിയില്ല, അതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് ആ ഒരു പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ പുളി നമ്മളെ ഈ കുടംപുളിയൊക്കെ നമ്മൾ ഉപ്പിട്ട് വെക്കുമ്പോൾ ആ ഒരു വെള്ളം ഉണ്ടാവില്ലേ അതിൽ, അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ 2 സൈഡിലൂടെയും വെള്ളം വരുന്നു കേട്ടോ. ആ ഒരു കുടംപുളീൻ്റെ വെള്ളം എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ലേ അതിന്, അത് കറിയിലൊക്കെ വെച്ചാൽ. ആ ഒരു വെള്ളം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മീനിന് പെരക്കുക. അപ്പം ഞാനിപ്പോൾ ലെമണ എടുത്തതെന്ന് പറയുമായിരുന്നു, അല്ലെങ്കിൽ വാളംപുളീൻ്റെ ആ ഒരു നമ്മൾ പുളിയൊക്കെ എടുത്തതിൻ്റെ കറിക്കൊക്കെ എടുത്തതിൻ്റെ പുളി ബാക്കി ഉണ്ടാവില്ലേ, അത് ഇങ്ങനെ ഒഴിക്കുക ചെയ്യുക. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ, എന്തിനാ ഈ പുളി പൊരിക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ പുളി ആക്കാറില്ല, ഇടക്കാക്കും അങ്ങനെയൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യാം. പക്ഷേ അത് വ്യത്യാസം ഉണ്ട് കേട്ടോ, ആ ഒരു ടേസ്റ്റിന്. പുളിയൊക്കെ ചേർക്കുമ്പം നമ്മൾ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന മീനിന് ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് മീൻ പെരക്കി വെക്കാനോ ഒന്നിനും സമയമില്ല കേട്ടോ. ഞാൻ മീനൊന്ന് മസാല പെരക്കി അപ്പം തന്നെ പൊരിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എഡിറ്റിംഗ് അവിടെ ബാക്കി കിടക്കുകയാണ് കേട്ടോ, കുറേ സമയം വേണം അതിന്. എന്നാലേ 2 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പരിപ്പ് ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് കളർ പരിപ്പില്ലേ, അതാണ് കേട്ടോ നമുക്ക് താളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന. അതാകുമ്പോൾ പെട്ടെന്ന് 2 വിസിലിൽ തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇനി അതിലേക്കൊന്ന് നമ്മുടെ ചീരയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കുറച്ച് സമയം. അപ്പോഴത്തേക്കും നമ്മളെ കറി റെഡി ആയി കിട്ടും. പിന്നെ അതൊന്ന് വറവിട്ടെടുക്കാനുള്ള കാര്യം ഉണ്ടാവുള്ളൂ. മീനിതാ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ചോറും ഒന്ന് വാർത്തെടുത്തു. ഇനി നമ്മളെ പരിപ്പിലേക്ക് ചീര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഒരു മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുട്ട പൊരിക്കുക അങ്ങനെയൊക്കെ ചെയ്യൂലേ, അതാണെങ്കിലും നല്ലത് തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിനിടയിൽ മറന്നുപോയി കേട്ടോ, രാവിലെ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ചില കാര്യങ്ങളൊക്കെ ഞാൻ കറണ്ട് അടുപ്പിലും ആക്കാറുണ്ട് കേട്ടോ, നമ്മൾ ചായ വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുപ്പ് കത്തിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ചിലപ്പം കറണ്ട് അടുപ്പിൽ അങ്ങനെയാണ് കേട്ടോ വെക്കുക.
അങ്ങനെ കറണ്ട് അടുപ്പും ഗ്യാസ് അടുപ്പും വിറകടുപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സൗകര്യം, ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് കുറച്ചുകൂടെ സൗകര്യം എനിക്ക് അപ്പുറത്താണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തന്നെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കിച്ചണിൽ ഞാൻ അധികവും ഈ കിച്ചൺ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുക. മറ്റേത് കുറവാണ്. നമ്മൾ ബൾക്ക് കുക്കിങ് അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ ഞാൻ ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ കിച്ചൺ നല്ല ക്ലീനാക്കി ഒരുക്കി പെറുക്കി ഇങ്ങനെ കാഴ്ച വസ്തുവായിട്ട് വെക്കുന്നതിനെ കൊണ്ട് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അത് യൂസ് ചെയ്യാം, നമ്മൾ ഉപയോഗിച്ചിട്ട് മോശമായിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. നമ്മൾ ക്ലീൻ ആക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അതല്ലേ നല്ലത്. ഉപയോഗിക്കാണ്ട് നമ്മളെ ഹോമും ഹുഡും ഒക്കെ നശിപ്പിച്ച് അതിങ്ങനെ കാഴ്ച വസ്തുവായിട്ട് വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഉപയോഗിച്ചിട്ട് മോശമായിക്കോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക, അത്ര തന്നെ. അപ്പോൾ എല്ലാ കിച്ചണിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ ഈ കിച്ചണിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റേ കിച്ചണിൽ ഞാൻ ഒന്നും ചെയ്യൂല. 2 കിച്ചണിലും വർക്ക് ഏരിയയിലും ഒന്നും ചെയ്യൂല. ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പാത്രം കഴുകലും കാര്യങ്ങളും എല്ലാം ചെയ്യുക. അല്ല വർക്ക് ഏരിയയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെയാണ് അന്നത്തെ ദിവസം ചെയ്യുക. പിന്നെ അന്ന് ഈ കിച്ചൺ ഞാൻ ഒന്നിനും എടുക്കൂല, എനിക്ക് ക്ലീൻ ചെയ്യാനോ ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും വരില്ല. സാധാ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്നും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ 2-3 കിച്ചൺ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം നമ്മൾ ഒരുപോലെ മോശമാക്കി ഇടാണ്ടിരുന്നാൽ മതി. എല്ലാം ഒരുപോലെ വലിച്ചിട്ടിട്ട് അങ്ങനെ ആക്കരുത്. അത് നമ്മളിപ്പോൾ കിച്ചൺ എന്നല്ലല്ലോ, വീട് മൊത്തം അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നമ്മളെ പാലൊക്കെ തിളച്ച് വന്നു. അപ്പോൾ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ക്ലീനിങ് ഉണ്ട് കേട്ടോ. ക്ലീനിങ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ട് ഇടട്ടെ. ഞാൻ ഫാനിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാനിട്ട് വെച്ചാൽ നമ്മൾ ആ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അങ്ങ് പോയിക്കോളും. ഫാനിട്ട് വെച്ചാൽ മാത്രം പോരാ, ഉടനെ തന്നെ നമ്മൾ കിച്ചൺ ഗ്യാസ് ടോപ്പും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് കൂടെ ഒരു പാചകം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടും കൂടെ നമ്മൾ 2 മിനിറ്റ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബാഡ് സ്മെല്ല് മീൻസ് നമ്മൾ കുക്ക് ചെയ്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിന്നിട്ടാണുള്ളത് ബാഡ് സ്മെല്ലാവുക. അത് നമ്മൾ അന്ന് തന്നെ ഒഴിവാക്കുക. ജനലൊക്കെ തുറന്നിടുക. ഇനി ഫാനും കാര്യങ്ങളൊന്നും കിച്ചണിലില്ലെങ്കിൽ ജനലൊക്കെ കംപ്ലീറ്റ് വാതിലൊക്കെ ഒന്ന് കുറച്ച് സമയം തുറന്നിട്ട് വെക്കുക കേട്ടോ. ആ ഒരു സ്മെല്ല് പോകുന്നത് നമുക്കറിയാമല്ലോ. ആ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുന്ന ആ ഒരു സമയം വരെ നമ്മളൊന്ന് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്ന് തുറന്നിട്ടിട്ട് വെച്ചാൽ മതിയല്ലോ. നല്ല കാറ്റോട്ടൊക്കെ കയറി ഒന്ന് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എന്നും. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചിട്ടെടുക്കട്ടെ. ഞാൻ എൻ്റെ ലിക്വിഡൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. നമ്മളെ ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ എന്താ പറയുക, പാത്രം കഴുകുന്ന ലിക്വിഡില്ല അതോ കുറച്ചൊന്നും ആക്കി കൊടുക്കും. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലപ്പം കുറച്ച് ഷാമ്പൂ, ഇച്ചിരി വിനാഗിരിയും കുറച്ച് കിട്ടാം വിനാഗിരി. അപ്പോൾ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചീഞ്ഞ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കിച്ചണിൽ ഒരു ഫ്രഷ് സ്മെല്ല് കൂട്ടിക്കോളൂ കേട്ടോ. പാത്രം കഴുകുന്ന അതാക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു സോപ്പിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനിങ്ങും കഴിഞ്ഞോളും. അത് ഒരു ക്ലോത്ത് എടുത്തിട്ട് ആദ്യം ഞാൻ കൗണ്ടർ ടോപ്പാണ് കേട്ടോ ക്ലീൻ ചെയ്യുക. അതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് സെയിം ക്ലോത്ത് കൊണ്ട് ഗ്യാസ് സോപ്പെല്ലാം ഇട്ടിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ആ ഒരു എണ്ണ, ആ ഗ്യാസിലുള്ള എണ്ണ ഇപ്പുറത്തേക്കൊന്നും ആവാതെ ഫസ്റ്റിൽ കൗണ്ടർ ടോപ്പ് അങ്ങ് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഇതുപോലെ. പിന്നെ ഒന്നുകൂടെ പിഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു സോപ്പിൻ്റെ അതൊക്കെ ഒന്ന് അങ്ങ് ആ എണ്ണേൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കും. പിന്നെ ഞാൻ നമ്മളെ ക്ലോത്ത് വെച്ചിട്ട് ടർക്കി കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും നല്ല വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പ് നമുക്ക് കിട്ടും കേട്ടോ. ആ ഒരു എണ്ണേൻ്റെ പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ എണ്ണേൻ്റെ പാടും കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ആ ഒരു ക്ലോത്ത് എണ്ണ തുടച്ച ക്ലോത്ത് കൊണ്ട് തന്നെ വീണ്ടും തുടച്ചെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ 2 ക്ലോത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു പ്ലാന്റില്ലേ, ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി പോട്ടൊക്കെ ഒന്ന് കഴുകിയിട്ട് ചെടിയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കിട്ടുന്നേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് ദിവസമായി ഊരിയിട്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലുള്ളിൽ ഇങ്ങനെ വളർന്ന് ജാമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അറിയില്ല, ഞാൻ വലിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ചെടി പൊട്ടും, പൊട്ടിപ്പോരും, ഇല്ലെങ്കിൽ കുപ്പി പൊട്ടും. അപ്പോൾ രണ്ടിനും നിൽക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ റഫിക്കാനോട് പറഞ്ഞിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് വേരിങ്ങനെ വലുതായിട്ട് ഇതിൻ്റെ വായിനേക്കാളും വലുതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ ഉൾഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ.
എനിക്ക് ചെടിക്കൊരു എന്തോ ഒരു ഉഷാർ കുറവ് തോന്നിയിട്ട് ഞാനൊന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതാ ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ ഈ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കൗണ്ടർ ടോപ്പിൽ വെക്കുകയാണെങ്കിൽ അത് ഇതുപോലെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഭാഗം ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ കിച്ചണിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എപ്പോഴും പൊടിയൊന്നും ഇല്ലാതെ അവിടെ ആ ഭാഗം എടുത്ത് മാറ്റി തുടച്ച് അങ്ങനെ ക്ലീനായിട്ട് തന്നെ കൊണ്ടു നടക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പ്ലെയിനായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ല പ്ലെയിനായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ക്ലീനിങ്ങിന് കുറച്ചുകൂടെ ഈസി ആകും. ഇപ്പോൾ സമയം 8 മണിയാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. കുറച്ച് മെഷീനിൽ അലക്കാനിടാനുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഇന്ന് തുടക്കാനില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് മേലെയും താഴേക്കൊന്ന് അടിച്ചു വാരാനുണ്ട്, മുറ്റം അടിക്കാനുണ്ട്, ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു മണിക്കൂർ വേണ്ട, ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ പണികൾ ഉണ്ട് കേട്ടോ. വേഗം ചെയ്യുകയാണെങ്കിൽ വേഗം ചെയ്യുക, അരമണിക്കൂർ കൊണ്ട് അങ്ങനെ. അപ്പോൾ അതും കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. ഇന്നിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. രാവിലത്തെ കിച്ചണിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അല്ലാതെ നമ്മൾ അകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്താതിരുന്നതേ. അപ്പോൾ റഫീഖാക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട് കേട്ടോ. വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇറങ്ങാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൂടെ എൻ്റെ ക്ലീനിങ് അങ്ങ് തീർത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് അകത്തത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ തന്നെ മാക്സിമം ചെയ്യേണ്ട പണികൾ ഞാൻ കിച്ചണിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട പണികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം സമയം 8 മണി ആവുന്നു കേട്ടോ. 8 മണി ആയിട്ടില്ല. അപ്പോൾ ഇതാ വെയിലൊക്കെ വരുന്നു കേട്ടോ. വെയിലിങ്ങനെ ശക്തിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ സമയം 9 മണി ആകുന്നേ ഉള്ളൂ. എൻ്റെ ബാക്കിയുള്ള പണിയും കൂടെ കഴിഞ്ഞിട്ടാട്ടോ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അതൊക്കെ വേഗം ചെയ്യട്ടാ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ രാവിലെ വേഗം തന്നെ തീർക്കുന്നതും മീൽ പ്രിപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെക്കുന്നതും ഒക്കെ കേട്ടോ. എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്കതൊക്കെ നല്ല യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ മടി പിടിച്ചിരിക്കാതെ ഒന്ന് എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനുള്ള സമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.